അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചായ വെക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2-3 ദിവസം വ്ലോഗും കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായ വെച്ച ശേഷം ഞാനിതാ വേഗം എന്താ പറയുക ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ഇന്ന് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി നമ്മുടെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണുക, നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചായയിൽ മധുരം ഇട്ടിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ ഞാനത്. അപ്പോൾ എന്തായാലും ചായയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചായ എല്ലാം കുടിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോണത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിച്ചോ? ലാവുദിക്കണ നേരമായിതാ. കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഞാൻ ആൽബം സോങ്ങുകൾ മാത്രമാട്ടോ കേൾക്കുന്നത്. നമ്മുടെ പണ്ടത്തെ അങ്ങനെ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് എന്താ പറയുക, ലൈൻ ബസ്സിൽ തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന കുറേ അധികം പാട്ടുകളില്ലേ, അതുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് പഴയ സോങ്ങുകളൊക്കെ കേൾക്കാൻ. ആർക്കെങ്കിലും അങ്ങനെ ഒരു വട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഫേസ് ഒട്ടും, അത് വേഗം ഒട്ടും. അതിനിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തർ ജോലൈന് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡയറ്റ് എടുത്ത് അപ്പോൾ വരും കേട്ടോ. ജോലൈനല്ല, ഫേസ് ഒട്ടും ജോലൈന് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ. ഈ താടിൻ്റെ ഇവിടുത്തെ ഫാറ്റ് പോയാലല്ലേ ജോലൈന് വരുള്ളൂ. അങ്ങനെ അവൻ കൊണ്ടുവന്ന കിഴങ്ങും ഉള്ളിയൊക്കെ ഞാൻ പാത്രത്തിലോട്ട് ഇട്ടിട്ട് പുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചിരട്ടപ്പുട്ടും ഇതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുട്ടികൾക്ക് അതിന് മുമ്പായിട്ട് ലഞ്ചും കാര്യങ്ങളും റെഡിയാക്കണം. അപ്പം ഞാൻ നമ്മുടെ ജീരകശാല അരി ഒന്ന് വെള്ളത്തിലിടുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം നമുക്കിതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉള്ളി കൂടുതലായാൽ മധുരം ഉണ്ടാകും എന്നത് ശരിയാണ്, അനുഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ച് സ്പൈസസ് ഇടാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ കറികൾക്കൊക്കെ തിക്നെസ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഉള്ളി ഇടണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഹൈ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ജിനി. ഞാൻ കാലിക്കറ്റാണ്. ജിനിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാനും ചായ അഡിക്ഷനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സൂപ്പർ മരുമകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കമൻ്റ് ഉണ്ട്. അതുപോലെ അങ്ങ് തിരുവനന്തപുരത്തുനിന്ന് സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാർ വന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇന്നത്തോടെ ഫിനിഷ് ആക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് പൊടി തട്ടി തിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് ടൈമും എടുക്കും. ക്ലീൻ ചെയ്താലും കാണാത്തൊരു ഇതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഒരുപാട് ഓയിലും ഒന്നും വേണ്ട, കാരണം എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സോയ തലേ ദിവസം തന്നെ നോർമൽ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് തക്കാളിയും ക്യാരറ്റും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ബീൻസോ അതേപോലെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയും വെജിറ്റബിൾ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളിൽ ഞാൻ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ വയ്ക്കുന്നത്. എന്നിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ ആയ ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ട, ജസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈസും കൂടെയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചെറിയ സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് നമുക്കിതൊന്നും കൂടെ അടച്ച് വെച്ചിട്ട്
ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പുറത്ത് ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളം, 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ 2 കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അരി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അരി വേറെ വേവിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിളച്ച ശേഷം ഉപ്പും പൊടികളും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ. അതിന് ശേഷം അരി കഴുകി വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വേവിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പലതരം റൈസ് ഉണ്ടാക്കുമ്പോൾ എന്നോട് തിളപ്പിച്ചൂറ്റിയ അരി ഒന്ന് ചേർത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട് പലരും. ഞാൻ സ്കൂളിലോട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പികളല്ലേ വേണ്ടത്, അത് കാരണമാണ് നമ്മൾ ഇതൊരു 1 പോട്ട് മതിയല്ലോ. മറ്റേതാകുമ്പോൾ 2-3 പാത്രങ്ങളൊക്കെ വേണം, അതിനനുസരിച്ച് ടൈമും ആകും. അപ്പുറത്ത് എനിക്ക് കഴിക്കാനുള്ള എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൈസ് ഇതാ വറ്റി വന്ന് ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേവ് കേട്ടോ. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി നമുക്കിതിലോട്ട് ഒരു പകുതിയോളം നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത്, കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി പുളി വേണം എന്നുള്ളത് തോന്നിയിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, അപ്പോൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴാണ് ഓരോന്നിൻ്റെ കമ്മിയുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നാരങ്ങ നിങ്ങൾ വെള്ളത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് സോയ റൈസ് റെഡി. പിന്നെ മാഗി ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ ആവും കേട്ടോ. ഒരു മന്തി എന്ന് വേണമെങ്കിൽ പറയാം, സോയ മന്തി എന്നൊക്കെ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ റിഹാൻക്ക് തന്നെ കഴിക്കാൻ കൊടുക്കുന്നത്. അയൻകുട്ടി നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ലഞ്ച് ബോക്സിലേക്കും ആക്കി ഞാൻ ഇതിൻ്റെ കൂടെ തൈര് സാലഡ് ഉണ്ടാക്കിയിട്ട് അതുമാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ വെള്ളരിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ലഞ്ചെല്ലാം വിളമ്പിയെടുത്ത് 2 ബോക്സിലേക്കും ആക്കി. ഈ ബോക്സിൻ്റെ ലിങ്കൊന്നുമില്ല, ഞാൻ പൊതുവേ ഓഫ്ലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. എന്നോട് ലഞ്ച് ബോക്സിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം നമ്മുടെ സാധാരണ പാത്രക്കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധാരണ ലഞ്ച് ബോക്സാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി തൈരും നിറച്ച് ഇനി ഇതെല്ലാം കെട്ടി പാക്ക് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ കൈ നനഞ്ഞു അതൊക്കെ ഇല്ല കഷ്ടപ്പെട്ട് വായിക്കേണ്ടി കഷ്ടപ്പെട്ട് വായിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ കൊടുത്തില്ല. അങ്ങനെ ലഞ്ചെല്ലാം പാക്ക് ചെയ്തെടുത്തു. അയൻകുട്ടിക്കുള്ള ലഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനൊക്കെ പോയ ശേഷം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുഴുങ്ങി വെച്ച എഗ്ഗിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൊലി കളയാൻ കിട്ടില്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട് എന്ന്, അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ജിനി ഞാൻ കാലിക്കറ്റാണ് പറയുന്നുണ്ട്. ഓക്കെ, ജിനി ഞാൻ പാലക്കാടാണ് പറയുന്നുണ്ട്. പാലക്കാട് എവിടെയാണ്? സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിന്നോ എനിക്കറിയില്ലല്ലോ. ഞാൻ കറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുത്തിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. 2 കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയൻകുട്ടി ഒന്നും ചേർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ പ്രൈസ് കിട്ടാൻ. പിന്നെ അതുപോലെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. നെയ്ച്ചോറാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ നെയ്ച്ചോറും കായച്ചാറുമാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ ഐ മിസ് യു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മുത്തേ. പിന്നെ ജിനി വീടിൻ്റെ ഉള്ളിൽ വല്ല വെള്ളപ്പൊക്കവും ഉണ്ടോ, പാൻറ്റ് പൊക്കിയിട്ടത് കണ്ടിട്ട് ചോദിച്ചതാ. ആ പാൻറ്റ് അത്രയേ ഉള്ളൂ ലെങ്ത്ത്, പക്ഷേ എനിക്ക് ആ പാൻറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മേലെ പറമ്പിൽ ആൺവീടിൻ്റെ പോലെ അമ്മ പാൻറ്റ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് പാൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്. അപ്പോൾ നമ്മുടെ ഈസി ചെറുപയർ കറിയാണ്. വെള്ളത്തിലിട്ട ചെറുപയറിലോട്ട് ഉള്ളിയും പച്ചമുളകും അതുപോലെ
വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തക്കാളി, കറിവേപ്പിലയൊക്കെ ഇട്ട് പൊടികളായിട്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഉപ്പ് മാത്രം മതി. പക്ഷേ ഞാനിവിടെ ഗരം മസാലയും കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത് ഒരു 2-3 വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കണം. അതിൽ ചെറിയ ജീരകം ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ചെറിയ ഉള്ളി താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി കറി റെഡി കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കിയ ഉച്ചയ്ക്കും എടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പരിപ്പ് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏറെക്കുറെ. അങ്ങനെ പുട്ടിൻ്റെ പൊടിയിലോട്ട് ധാരാളം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാൻ ഇന്ന് എടുക്കുന്നത്. 3 ഫുൾ എഗ്ഗും അതിൻ്റെ കൂടെ തണ്ണിമത്തനും എടുത്തിട്ടുണ്ട്. ഫോട്ടോയും എടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് വരാം, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ജിമ്മിലും പോയി കഴിഞ്ഞ് അയ്യോ ആക്രാന്ത ജീവി എന്ന് വേണമെങ്കിൽ പറയാം. ആക്രാന്തത്തോടെ കഴിച്ച് കയറ്റുന്നില്ല ഞാൻ. തണ്ണിമത്തൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് വിശക്കില്ല കേട്ടോ, വയറ് ഫുള്ളായിട്ടിരിക്കും. അതാണ് ഞാനൊരു 3-4 പീസ് തണ്ണിമത്തൻ ആദ്യം കഴിച്ചത്. പിന്നെ ഈ 3 എഗ്ഗ് എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. 2 കഴിച്ചിട്ട് 1 ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ചേച്ചിമാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും റെഡിയാക്കണം. ലഞ്ച് ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. ക്ലീനിങ് ഉള്ള ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ലഞ്ച് സെറ്റാക്കാറാണ് കേട്ടോ. അതേപോലെ കടയിലെ പൈനാപ്പിൾ ചൊറിയൂല, പക്ഷെ വീട്ടിലുള്ള പൈനാപ്പിൾ ചൊറിയുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന പൈനാപ്പിളിൽ നല്ല മധുരമുണ്ട്. പിന്നെ 2ാമത്തെ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം 1 കഴിഞ്ഞു, പിന്നെ 2 കൂടെ മേടിച്ചിട്ടുണ്ട്. അതിൽ 1 ഇന്ന് ചെത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ അതിലോട്ട് തേങ്ങ അരച്ചതൊക്കെ ചേർത്തി അപ്പുറത്ത് അതിൻ്റെ താളിപ്പും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അലനല്ലൂരല്ലേ വീട്, ഇവിടെയൊക്കെ നബിദിനം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. നബിദിനം അവിടെയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ഒരു മുജാഹിദ് ഒരു കൾച്ചറിലാണ്. അപ്പോൾ അവിടെയൊന്നും ഇല്ല കേട്ടോ. മുജാഹിദ് അറിയുന്നവർക്ക് അറിയാം. ഓക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നുമില്ല. പിന്നെ ലോകത്ത് നബിദിനം ആഘോഷമുണ്ടല്ലോ. ലോകത്ത് എല്ലാവിടെയൊന്നും ഇല്ല കേട്ടോ. ഗൾഫ് കൺട്രീസിലൊന്നും ഇല്ല. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമായിട്ടാണ്. കേരളം, തമിഴ്നാട് അല്ലേ, ഇന്ത്യയിലുണ്ടാവുമായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എന്തായാലും മണ്ണാർക്കാട് ഇല്ലാത്തത് എന്നല്ല, കുറച്ച് വിഭാഗം ആൾക്കാരത് ആഘോഷിക്കാറില്ല കേട്ടോ. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെ കുക്കറോടെ കറി എടുത്തിട്ട് വന്നപ്പോൾ കയ്യിലും ഭയങ്കര വെയിറ്റായിട്ടേ നല്ല പണി കിട്ടി. കുക്കറൊക്കെ പിടിക്കുമ്പോൾ 2 കൈ കൊണ്ട് പിടിക്കുക കേട്ടോ. പിന്നെന്താ, വെയിറ്റ് കുറയുന്ന പോലെ ഉണ്ട്. അതുപോലെ ചോറ് ഒരു നേരം കഴിക്കണം. ഞാൻ ഒരു നേരം ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. രാവിലെ മാത്രമേ ഉള്ളൂ ഞാൻ ഒന്നും എടുക്കാത്ത. രാത്രിയും കാപ്സ് എടുക്കില്ല കേട്ടോ. അതിന് പകരം ഫാറ്റും എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഉള്ളപ്പം ഞാൻ ചില സമയത്ത് എനിക്ക് വിശപ്പുണ്ടാവാറില്ല. അപ്പോൾ ഞാൻ കുറേ വെള്ളം കുടിക്കും. വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. ഓയിലും ഷുഗറൊക്കെ കട്ട് ചെയ്താൽ നല്ലതാണ്. റൈസ് കുറച്ചാൽ മതി. നട്ട്സും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ 2 മാസമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകണം വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൺട്രോളൊന്നും കളയില്ല എന്നുള്ള വാശിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം അവിടുന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കാര്യങ്ങളായിട്ട് കൊടുക്കും ഇക്കാക്ക്. ഞാൻ പോകുമ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ മേടിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇപ്പം തന്നെ 2 ബോക്സ് സ്വീറ്റ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കൊണ്ടുവരല്ലാണ്ട് നിവർത്തിയില്ലല്ലോ. എടാ, ഞാൻ പാലക്കാട് വന്നിരുന്നു ഈ സൺഡേ. കൊല്ലങ്കോട് ഫുൾ ഗ്രീനറി ഉള്ള സ്ഥലമാണ് അല്ലേ. റാവുത്തർ ബിരിയാണി കായ്ച്ചാറും കഴിച്ചു NMR ഹോട്ടലിൽ നിന്നാണ്. അത് പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. പ്രത്യേകിച്ച് റാവുത്തർ ബിരിയാണി കായ്ച്ചാറിനും. പിന്നെ കുമ്പളങ്ങ മിഠായി ഉണ്ടാവുമല്ലോ, അത് കിട്ടിയില്ലേ. അതും നമ്മുടെ ഇവിടുത്തെ ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ഏതൊരു കല്യാണത്തിനും അല്ലെങ്കിൽ ഏതൊരു ഫങ്ഷനും വിളമ്പുന്ന ഒരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ റാവുത്തർ ബിരിയാണി കഴിച്ചാറൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ കുറേ ഹായ് ഉണ്ട്. പള്ളിയിൽ നിന്ന് 2 കിറ്റ് ഫുഡ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ തലക്കെട്ട് എന്ന് പറയില്ലേ, 2 തലക്കെട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് 2 കിറ്റ് കിട്ടും കേട്ടോ ഫുഡ്. അത് നമ്മൾ കസിൻസിനൊക്കെ കൊടുക്കും അങ്ങനെ. പിന്നെ പുട്ടുപൊടി അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ.
ഞാൻ യൂസ് ചെയ്യാറ് എപ്പോഴും. എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. പുട്ടാണെങ്കിലും ഇടിയപ്പാണെങ്കിലൊക്കെ എനിക്ക് അജ്മി യൂസ് ചെയ്യണതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ കഴിക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. സിറ്റൗട്ടൊന്ന് വേഗം അടിച്ചു വാരി എടുത്തു. ഇന്നിപ്പോൾ ചേച്ചിമാരൊക്കെ പുറത്താണ് കേട്ടോ. ഇന്നലെ ഉള്ളിലൊക്കെ ക്ലീനാക്കി ഫുൾ അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ പോയതാണ്. പക്ഷേ എന്നും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണോണ്ട് ഞാൻ ഇന്നും ഒന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണം. അപ്പോൾ വേഗം ചവിട്ടിയൊക്കെ കുടഞ്ഞ് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഹായ് ജിനി. അപ്പോൾ ജിനി സുന്നി അല്ലേ ചോദിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുജാഹിദ്, സുന്നി, റാവുത്തർ ഇങ്ങനെയൊന്നും ഇങ്ങനെ കാറ്റഗറി തിരിച്ച് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിലൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ അധികം ഉൾപ്പെടുത്താത്തത് കേട്ടോ. എനിക്ക് എൻ്റെ വ്ളോഗ് കുറേ റെസിപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലാണ്ട് രാഷ്ട്രീയം, മതം ഇതൊന്നും കുത്തിക്കയറ്റാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല കേട്ടോ. എൻ്റെ ലൈഫ് സ്റ്റൈല് അതേപോലെ കുറേ റെസിപ്പി കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. അതും ഞാൻ എങ്ങനെയാണോ, ഞാൻ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ, അല്ലാണ്ട് കുറേ പൊങ്ങച്ചം കാണിച്ചിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ജീവിക്കാനും ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ കാണിച്ചു കൂട്ടുന്ന ആളും അല്ല കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു ഗോഡൗൺ പോലെ കണ്ടിട്ടില്ലേ, അവിടെയൊക്കെ കംപ്ലീറ്റ് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പുറത്തേക്കിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഇങ്ങനെ പാത്രക്കാരന് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഹാൾട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ ആവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ പാത്രക്കാരനെ വിളിച്ചിട്ട് അത് കംപ്ലീറ്റ് കൊടുക്കും. ഇപ്പോൾ ഒന്നുമില്ല അവിടെ, ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഓരോന്ന് കൂട്ടി കൂട്ടി വെച്ചിട്ട് അത് നിറയാവും. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലീനിങ് വീണ്ടും ആളെ വിളിക്കും കൊടുക്കും. ഇത് ഒരു ഇങ്ങനെ എന്താ പറയുക, ഭൂമി കറങ്ങുന്നു, എന്താ പറയുക, രാവിലെ ആകുന്നു രാത്രി ആകുന്നു, ആ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാം അങ്ങനെ ഒരു റൊട്ടീൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അയ്യോ ഞാൻ എല്ലാവരെയും മൈൻഡ് ചെയ്യാറുണ്ടല്ലോ, വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് പറയുന്നത്. നമ്മുടെ FBയിലാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും മൈൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ വ്ളോഗ് കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ കമൻ്റ് എനിക്ക് വീഡിയോയിൽ വായിക്കാൻ പറ്റാറില്ല. അതായത് വ്ളോഗ് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ഈ വോയിസ് ഓവർ കൊടുക്കൽ കഴിയും. അതിന് ശേഷം കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ കമൻ്റ് എനിക്ക് എന്തായാലും ആ വീഡിയോയിൽ വായിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി, ഉച്ചക്കത്തെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് എനിക്ക് പിന്നെ വലിയ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടേ, അപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ഇതിലും കുത്തിക്കയറ്റാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത, ഹെൽത്തൊക്കെ ഓക്കെ ആണല്ലോ, ഇത്തയുടെ വ്ളോഗ് മിസ് ചെയ്തു. ആ കുട്ടി ആരുടെയാണ് ചോദിക്കുന്നുണ്ട്. അതെൻ്റെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാനൊരു എഗ്ഗ് കുറുമ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് വെരി ബാഡ് ടു അവോയ്ഡ് കാപ്സ് കംപ്ലീറ്റ്ലി, ബി അവെയർ എന്ന് പറയും. അതെ എനിക്ക് ഭയങ്കരമായിട്ട് തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ കാപ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് എടുക്കുന്നത്. രാവിലെ എന്തായാലും 1 മന്തിന് ഞാൻ എടുക്കുന്നില്ല. ഉച്ചയ്ക്ക് എടുത്തപ്പോഴത്തന്നെ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെറും ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് മാത്രം നമുക്ക് മെലിയും ഇല്ല എന്നല്ല, പക്ഷെ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റൂല. അപ്പോൾ കുറച്ച് വർക്കൗട്ടും കൂടി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഡേ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് വന്നു. അവർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വന്നു കേട്ടോ. അതേപോലെ ഒരു കമൻറ്റ് കണ്ടത് എന്താണെന്നറിയോ,
ജിനി ഡയറ്റൊന്നും ചെയ്യണ്ട, ഡെയിലി നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, മുറ്റം അടിക്കുന്നുണ്ട്, ഒരു എക്സസൈസ് ആണ്. ഷുഗർ ഒഴിവാക്കിയാൽ തന്നെ തടി കുറയും. ഒരു മാസം ഷുഗർ ഒഴിവാക്കി നോക്ക്, സെറ്റാവും. ഡയറ്റ് ചെയ്തിട്ട് ഉള്ള ആരോഗ്യം കളയണ്ട. അതായത് ഡയറ്റ് നിർത്തുമ്പോൾ വീണ്ടും തടി കൂടുമെന്നും പറയുന്നുണ്ട്. അതെ, ഡയറ്റ് നിർത്തുമ്പോൾ വീണ്ടും തടി കൂടും, അത് എനിക്കറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചതിൽ ഒരു 1.5 വർഷമൊക്കെ എടുത്തിട്ട് ഒരു 6-7 കിലോ ആണ് എനിക്ക് തിരിച്ചു വന്നത്. ഞാൻ 18 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണം വിചാരിച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തടി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പലർക്കും എത്ര നോക്കിയാലും കുറയാത്ത തടികളല്ലേ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ തടി കുറയില്ല എന്നുള്ളത് എനിക്ക് ഒത്തിരി മുന്നേ മനസ്സിലായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. കാരണം അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും തടി ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ അത്യാവശ്യം വീട് പണികൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ഇപ്പോഴാണ് എൻ്റെ കോമ്പൗണ്ട് മൊത്തമായിട്ട് എനിക്ക് അടിച്ചു വരാൻ പറ്റാണ്ടായത്. കുറേ കല്ലും മുള്ളും ഒക്കെ ആയപ്പോൾ മറ്റേ സ്മൂത്തായിട്ട് കിടക്കുന്ന മുറ്റായിരുന്നു, അതുകൊണ്ട് എനിക്ക് അടിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പം ഈ ചുമരൊക്കെ പൊളിച്ച് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡംപ് ചെയ്തപ്പോൾ എനിക്കതൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ നിർത്തി. അങ്ങനെ തടി കുറയുകയാണെങ്കിൽ ഞാൻ മുറ്റം അടിച്ചിട്ടേ തടി കുറയും. പിന്നെ എൻ്റെ തടി എനിക്ക് തൈറോയിഡ് ഉണ്ട്, അതിൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്നാമത്. എന്ന് വെച്ച് ഞാൻ ഫുഡി അല്ല എന്നല്ല. അപ്പോൾ ബാക്കി നാളെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.